ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ ഈ ബൈബിൾ സ്റ്റഡിയിലേക്ക് കടന്നു വന്നിരിക്കുന്ന നിങ്ങളെ ഓരോരുത്തരെയും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ എൻ്റെ എളിയ സ്നേഹവന്ദനം അറിയിക്കുന്നു. ബൈബിൾ പഠനം, ബൈബിൾ ക്ലാസ്, ദൈവത്തിൻ്റെ വചനം വായിക്കുക, ദൈവത്തിൻ്റെ വചനം പറയുക, ദൈവവചനം സ്വീകരിക്കുക, ദൈവവചനം അനുസരിക്കുക. ഏറ്റവും ശ്രേഷ്ഠകരമായ ചില ഭാഗ്യ പദവികൾ നമ്മുടെ ജീവിതത്തിലേക്ക് ലഭിക്കുവാൻ ഈ കാര്യങ്ങളെല്ലാം നമുക്ക് ഒത്തിരി പ്രയോജനം ചെയ്യും. ദൈവവചനം വായിക്കുക, ദൈവത്തിൻ്റെ വചനം വായിച്ച് കേൾപ്പിക്കുക, കേൾക്കുന്ന വചനം ഹൃദയത്തിൽ ഗ്രഹിക്കുക, ഹൃദയത്തിൽ ഗ്രഹിച്ച വചനം ജീവിതത്തിൽ അനുസരിക്കുക, അനുഭവിക്കുക. എല്ലാം വലിയ ഭാഗ്യമാണ്. 66 പുസ്തകങ്ങൾ അടങ്ങിയതായ ഈ ബൈബിൾ, ഇതിനെ തകർക്കാനും ഇതിനെ നശിപ്പിക്കാനും എത്രയോ ആളുകൾ ശ്രമിച്ചു. സാധാരണക്കാരൊന്നുമല്ല, ചക്രവർത്തി പ്രവരന്മാർ, രാജശ്രേഷ്ഠന്മാർ ഒത്തിരി പേര് ശ്രമിച്ചു. തത്വജ്ഞാനികൾ, ശാസ്ത്രജ്ഞന്മാർ, അനേകർ. പക്ഷേ അവർ തോറ്റതല്ലാതെ ഈ ബൈബിൾ തോൽപ്പിക്കാനോ അത് നിർത്തൽ ചെയ്യാനോ അത് തകർത്ത് കളയാനോ ആർക്കും ഇന്നുവരെ കഴിഞ്ഞിട്ടില്ല, ഇനിയോട്ട് കഴിയുമില്ല. ഏതെല്ലാം വ്യക്തികൾ ശ്രമിച്ചാലും കഴിയില്ല. കാരണം ഇത് ദൈവത്തിൻ്റെ പദ്ധതിയാണ്, ഇത് ദൈവത്തിൻ്റെ വചനമാണ്. മാനവരാശിക്ക് ദൈവം തൻ്റെ ഹൃദയം പകർന്നു തന്ന തൻ്റെ ഹൃദയമാണ് ഈ ബൈബിൾ എന്ന് പറഞ്ഞാൽ ഒട്ടും അതിശയോക്തിയാകുകയില്ല. ദൈവത്തിൻ്റെ ശബ്ദമാണിത്, ദൈവത്തിൻ്റെ മനസ്സാണിത്, ദൈവത്തിൻ്റെ ഹൃദയമാണിത്, ദൈവത്തിൻ്റെ ആലോചനയാണിത്, ദൈവത്തിൻ്റെ നിർദ്ദേശമാണിത്. ഹല്ലേലൂയ! ദൈവത്തിൻ്റെ വാണിംഗാണിത്. എല്ലാം തിങ്ങി നിൽക്കുന്ന വചനം. ഇതിലെന്തെല്ലാം കാര്യങ്ങളുണ്ട്. 66 പുസ്തകങ്ങൾ അടങ്ങുന്ന ഈ ബൈബിളിൽ സംഗീത പുസ്തകങ്ങളുണ്ട്, പ്രവചന പുസ്തകങ്ങളുണ്ട്, ചരിത്ര പുസ്തകങ്ങളുണ്ട്, കാവ്യ പുസ്തകങ്ങളുണ്ട്. അങ്ങനെ എന്തെല്ലാം വ്യക്തിപരമായ ചില എഴുത്തുകളുണ്ട്. എല്ലാം അങ്ങനെ എല്ലാത്തിലും നിറഞ്ഞു നിൽക്കുന്നത് ദൈവത്തിന് മനുഷ്യനോട് സംസാരിക്കാനുള്ള ചില കാര്യങ്ങളാണ്. ഇതിൽ കൂടുതലൊന്നും ദൈവത്തിന് പറയാനില്ല, ഇതിൽ കുറച്ചും പറയാനില്ല. സ്തോത്രം! വചനം, ദ വേർഡ് ഓഫ് ഗോഡ്, അതാണ് നാം പഠിക്കുന്നത്. നിങ്ങളേതെങ്കിലും ബുദ്ധിയുടെ വാക്കുകൾ കേൾക്കുകയല്ല. ബുദ്ധിയിലൂടെ എനിക്ക് പറയാൻ അത്ര ജ്ഞാനമുള്ള ആളല്ല ഞാൻ. പക്ഷേ ഞാനും പ്രാർത്ഥനയോടെ ഇവിടെ ഇരിക്കുന്നു. കർത്താവ്, ഈ വചനം ഞാൻ ദൈവമക്കളെ ആയിട്ട് ഈ വചനമായി ഇടവഴിക്കൊണ്ടിരിക്കുമ്പോൾ എന്നോട് കൊടുത്ത വചനം സംസാരിക്കണമെന്നാണ് എൻ്റെ പ്രാർത്ഥന. നാം നാളുകളായി ചിന്തിച്ചു വരുന്നത് പരിശുദ്ധാത്മാവെന്ന വിഷയത്തെക്കുറിച്ചാണ്. ഏറ്റവും ശ്രേഷ്ഠകരമായൊരു വിഷയം പരിശുദ്ധാത്മാവ്, പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങൾ, പരിശുദ്ധാത്മാവിൻ്റെ ആലോചനകൾ, പരിശുദ്ധാത്മാവിൻ്റെ നടത്തിപ്പുകൾ, പരിശുദ്ധാത്മാവിൻ്റെ വ്യാപാരങ്ങൾ, പരിശുദ്ധാത്മാവ് എങ്ങനെയെല്ലാം പ്രവർത്തിക്കുന്നു, ചലിക്കുന്നു, സംസാരിക്കുന്നു, എല്ലാം ഈ തിരുവചനത്തിലുണ്ട്. നാം ഓരോ പുസ്തകങ്ങൾ കവർ ചെയ്ത് വരികയാണ്. യെശയ്യാപ്രവാചകൻ്റെ പുസ്തകമാണ് നാം ചിന്തിച്ചു വന്നത്. കഴിഞ്ഞ പ്രാവശ്യം നാം ചിന്തിച്ചു. ഇന്നും യെശയ്യാപ്രവാചകൻ്റെ പുസ്തകം 32-ാം അധ്യായത്തിലെ അതിൻ്റെ 15-ാമത്തെ വാക്യം നമുക്ക് ഒന്ന് വായിച്ചു കേൾക്കാം. ഉയരത്തിൽ നിന്ന് ആത്മാവിനെ നമ്മുടെ മേൽ പകരുവോളം തന്നെ അപ്പോൾ മരുഭൂമി ഉദ്യാനമായി തീരും. പരിശുദ്ധാത്മാവ് എവിടെ നിന്ന് വരുന്നു? ഉയരത്തിൽ നിന്ന് വരുന്നു. ഇവിടെ ഈ 32-ാം അധ്യായ യെശയ്യാപ്രവാചകൻ്റെ പുസ്തകം 1-ാം വാക്യം നാം വായിക്കുമ്പോൾ അവിടെ കാണുന്നു, ഒരു രാജാവ് നീതിയോടെ വാഴും, പ്രഭുക്കന്മാർ ന്യായത്തോടെ അധികാരം നടത്തും. ഒരു രാജാവ് നീതിയോടെ വാഴും. എപ്പോഴാണ് ഉയരത്തിൽ നിന്ന് പരിശുദ്ധാത്മാവിനെ കർത്താവ് പകരുന്നത് എന്ന് ഇവിടെ വ്യക്തമായിട്ട് എഴുതിയിരിക്കുകയാണ്. ഒരുപക്ഷെ ഇതിന് ഒരുപാട് വേറെ വ്യാഖ്യാനങ്ങൾ കാണാം, ഒരുപാട് ചിന്താധരണികൾ കാണാം, ഒരുപാട് കാര്യങ്ങൾ പലർക്കും പറയാൻ കാണാം. പക്ഷേ എൻ്റെ മനസ്സിൽ എൻ്റെ കർത്താവ് തന്നൊരു ആശയം, നമ്മുടെ ജീവിതത്തിൽ രാജാതിരാജാവായ കർത്താവായ യേശുക്രിസ്തു വന്ന് വാഴുമ്പോഴാണ് നമ്മുടെ മേൽ പരിശുദ്ധാത്മാവിനെ ഉയരത്തിൽ നിന്ന് പകരുന്നത്. വളരെ ലളിതമായൊരു വ്യാഖ്യാനമാണത്. രാജാവ് വാഴണം. രാജാവ് ക്രിസ്തുവാണ്. ഹീ ഈസ് ദ ലോർഡ് ഓഫ് ലോർഡ്സ് ആൻഡ് ഹീ ഈസ് ദ കിങ് ഓഫ് കിങ്സ്. സാധാരണ രാജാവല്ല, യേശുക്രിസ്തു രാജാക്കന്മാരുടെ രാജാവാണ്, പ്രഭുക്കന്മാരുടെ പ്രഭുവാണ്. ക്രിസ്തു നമ്മുടെ ഹൃദയത്തിൽ വന്ന് വസിക്കുമെന്ന്, അതൊരു മഹാഭാഗ്യമാണ്.
ഒരു മനുഷ്യന് ലഭിക്കാവുന്ന ഏറ്റവും വലിയ ഭാഗ്യം. രാജാതിരാജാവായ യേശുക്രിസ്തു നമ്മുടെ ഹൃദയത്തിൽ വന്ന് രാജാവായി വാഴുക, കർത്താവായി വാഴുക. അങ്ങനെ ക്രിസ്തു നമ്മെ നിയന്ത്രിക്കുന്ന ഒരനുഭവത്തിലേക്ക് നാം വന്നു കഴിയുമ്പോൾ നമ്മുടെ മേൽ പരിശുദ്ധാത്മാവിനെ ഉയരത്തിൽ നിന്ന് പരിശുദ്ധാത്മാവിനെ പകരും. അത് പരിശുദ്ധാത്മാവിൻ്റെ നിറവിനെയാണ് സൂചിപ്പിക്കുന്നത്. കർത്താവിന് സ്തോത്രം. നിങ്ങളുടെ ജീവിതം നിങ്ങൾ യേശുവിന് കൊടുത്തോ? യേശുവിന് ജീവിതം കൊടുക്കാതെ പരിശുദ്ധാത്മാവിന് വേണ്ടി കാത്തിരിക്കുക എന്നുള്ളതിന് അർത്ഥമില്ല. യേശുവിന് വേണ്ടി ജീവിതം കൊടുക്കുക, യേശുവിൻ്റെ കരങ്ങളിലേക്ക് ജീവിതം കൊടുക്കുക, യേശുവിൻ്റെ രക്ഷിതാവും കർത്താവായി സ്വീകരിക്കുക, യേശുവിനെ രാജാവും കർത്താവുമായി അംഗീകരിക്കുക. ഒരു രാജാവിനെ ഒരു പ്രജ അനുസരിക്കുന്ന പോലെ യേശുവിനെ അനുസരിക്കുക, യേശുവിനെ അംഗീകരിക്കുക, യേശുവിനെ അനുഗമിക്കുക. കർത്താവിൻ്റെ സ്തോത്രം. അങ്ങനെ ചെയ്യുമ്പോൾ ക്രിസ്തു നമ്മിൽ പ്രസാദിക്കും, നമ്മുടെ മേൽ തൻ്റെ പരിശുദ്ധാത്മാവിനെ അയക്കും. അങ്ങനെയാണ് പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വരുന്നത്. ഹല്ലേലൂയ. ഉയരത്തിൽ നിന്ന് ആത്മാവിനെ നമ്മുടെ മേൽ പകരുവോളം തന്നെ അപ്പോൾ മരുഭൂമി ഉദ്യാനമായി തീരും. ഈ പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ മരുഭൂമി പോലെയുള്ള വറ്റി വരണ്ടതായ മനുഷ്യജീവിതങ്ങൾ ഉദ്യാനം പോലെ നല്ല പുഷ്പലതാദികൾ നിറഞ്ഞു നിൽക്കുന്ന നല്ല സുഗന്ധപൂരിതമായ ഒരു നല്ല ഉദ്യാനം പോലെ നമ്മുടെ ജീവിതമായി തീരും. നിങ്ങളുടെ ജീവിതം ഇന്ന് മരുഭൂമി പോലെ വരേണ്ടതാണോ? സ്നേഹമില്ല, ഐക്യമില്ല, സന്തോഷമില്ല, സമാധാനമില്ല, ഒരു പ്രതീക്ഷയില്ല, പ്രത്യാശയില്ല. അങ്ങനെ വറ്റി വരണ്ടു പോയ ജീവിതവുമായി കഴിയുന്നവരാരെങ്കിലും ഇന്ന് ഈ വാക്കുകളെ കേൾക്കുന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങളുടെ ജീവിതം മരുഭൂമിയെ ഉദ്യാനമാക്കാൻ ജീവനുള്ള ദൈവത്തിന് കഴിയും. മരുഭൂമി ഒരു ബന്ധവുമില്ലാത്ത കാര്യം അല്ലേ? മരുഭൂമിയും ഒരു ഉദ്യാനവും തമ്മിൽ ഒന്നും കമ്പയർ ചെയ്യാൻ പറ്റുകയില്ല. രണ്ടും അതിൻ്റെ എക്സ്ട്രീം ഡിഫറൻ്റാണ് അല്ലേ? എക്സ്ട്രീം ഡിഫറൻ്റാണ്. മരുഭൂമി ചുട്ട് പൊള്ളുന്ന മണൽ, അവിടെ വൃക്ഷലതാദികളില്ല, ഒന്നുമില്ല, വെള്ളമില്ല, ഒന്നുമില്ലാത്ത ഒരവസ്ഥ. എന്നാൽ ഉദ്യാനമെന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിന് ഒരു സന്തോഷമാണ് അല്ലേ? നല്ല പൂന്തോട്ടം, പൂക്കളും വൃക്ഷങ്ങളും എല്ലാം നിറഞ്ഞു നിൽക്കുന്ന പൂന്തോട്ടം. അവിടെ ഒരു കുളിരുണ്ട്, അവിടെ വെള്ളമുണ്ട്, അവിടെ വെള്ളത്തിന് സാധ്യതയുണ്ട്, അവിടെ തണലുണ്ട്, അവിടെ മനസ്സിന് സുഖം കിട്ടും, ആശ്വാസമാണ്. മനുഷ്യജീവിതത്തിലെ രണ്ട് തലങ്ങളാണ് ഇവിടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുന്നത്. ചിലർ ചുട്ടുപൊള്ളുന്ന മരുഭൂമി പോലുള്ളതായ അനുഭവത്തിലൂടെ കടന്നു പോകുന്നു. എന്നാൽ യേശുക്രിസ്തുവിനെ രാജാവും കർത്താവുമായി ഹൃദയത്തിൽ സ്വീകരിച്ച ദൈവമക്കൾക്ക് മരുഭൂമി ആയിരുന്നു, പക്ഷേ ആ മരുഭൂമിയെ കർത്താവ് പൂന്തോട്ടം പോലെ ഉദ്യാനം പോലെ ആക്കി തരും. അതിന് നമ്മുടെ മേൽ തൻ്റെ ആത്മാവിനെ അയക്കും. പരിശുദ്ധാത്മാവ് വരുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ വാസ്തവമായ സമാധാനവും വാസ്തവമായ ആശ്വാസവും. കാരണം പരിശുദ്ധാത്മാവിൻ്റെ പേര് തന്നെ ആശ്വാസപ്രദൻ എന്നാണ്. കംഫർട്ടർ, ആശ്വാസപ്രദൻ, ആശ്വാസം തരുന്നവൻ. വലിയ പ്രതിസന്ധികളിലൂടെ പോകുമ്പോഴും നമുക്ക് ആശ്വാസം തരും, നമുക്ക് സന്തോഷം തരും. ഈ പ്രശ്നം നമ്മെ കീഴടക്കാതെ, പ്രശ്നം നമ്മെ തളർത്തിക്കളയാതെ നമുക്ക് ആശ്വാസം തരുന്നവനാണ് പരിശുദ്ധാത്മാവ്. അതുകൊണ്ടാണ് പരിശുദ്ധാത്മാവിനെ ആശ്വാസപ്രദൻ എന്ന് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഈ യേശുവിനെ രക്ഷിതാവും കർത്താവായി സ്വീകരിച്ചുവോ? യേശുക്രിസ്തുവിനെ രാജാവായി നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങൾ പ്രതിഷ്ഠിച്ചുവോ? അതോ യേശുവിനെ രക്ഷിതാവും കർത്താവായി സ്വീകരിച്ചുവെന്ന് നിങ്ങൾ വായിക്കൊണ്ട് പറഞ്ഞു, പക്ഷേ ഇന്നും നിങ്ങളെ ഭരിക്കുന്നത് നിങ്ങൾ തന്നെയാണോ? ചിന്തിക്കണം. ഒരു രാജാവ് ഭരിക്കാനാണ് വരുന്നത്. രാജാവ് നമ്മിൽ വന്നാൽ രാജാവ് നമ്മെ ഭരിക്കും. നമ്മുടെ ചിന്തകൾ, നമ്മുടെ വിചാരങ്ങൾ, നമ്മുടെ വികാരങ്ങൾ, നമ്മുടെ ആഗ്രഹങ്ങൾ, നമ്മുടെ ഇഷ്ടങ്ങൾ, നമ്മുടെ വഴികൾ എല്ലാം ആ രാജാവ് നയിക്കും. അതാണ് ഒരു രാജാവ് നീതിയോടെ വാഴുമെന്ന് പറയുന്നത്. നിങ്ങളുടെ അവയവങ്ങൾ ക്രിസ്തുവിനാൽ നയിക്കപ്പെടുവാൻ നിങ്ങൾ വിട്ടുകൊടുത്തുവോ? നിങ്ങളുടെ അധരങ്ങൾ, സംസാരം, ചിന്തകൾ, വികാരങ്ങൾ, വിചാരങ്ങൾ, മനോഭാവങ്ങൾ, ഇടപാടുകൾ, കൊടുക്കൽ വാങ്ങലുകൾ, കർത്താവിന് സ്തോത്രം, പണം നേടുന്നത്, പണം ചെലവഴിക്കുന്നത് ദൈവം പ്രസാദിക്കുന്ന പോലെയാണോ? ചിന്തിക്കണം. ദൈവം പ്രസാദിക്കുന്ന പോലെയാണെങ്കിൽ നമ്മുടെ ഉള്ളിൽ സംതൃപ്തിയായിരിക്കും, നല്ല സംതൃപ്തി, ഒരു പ്രത്യേക സാറ്റിസ്ഫാക്ഷൻ ആയിരിക്കും. ദൈവം പ്രസാദിക്കുന്ന പോലെയാണെങ്കിൽ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഇഷ്ടം പോലെയാണോ നാം ചെയ്യുന്നത്? ഞാൻ രക്ഷിക്കപ്പെട്ടു, ഞാനും കർത്താവിനോട് വാക്ക് പറഞ്ഞവനാണെന്ന് പറയുകയും സ്വന്തം പൈസ എൻ്റെ പൈസയല്ലേ, ഞാനല്ലേ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് തീരുമാനിക്കേണ്ടത്? അങ്ങനെയല്ല.
നമുക്ക് കിട്ടുന്നത് യേശുവിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കണം. എന്നിട്ട് യേശുവിനോട് ചോദിക്കണം, കർത്താവേ, ഞാൻ എങ്ങനെയല്ല എൻ്റെ പൈസ ചിലവഴിക്കണം ഏറ്റവും നല്ലതിന് വേണ്ടി? കർത്താവേ, ഒരാൾക്ക് സഹായം ചെയ്യുകയാണെങ്കിലും ഏറ്റവും അർഹതപ്പെട്ടയാൾക്ക്. കർത്താവിന് സ്തോത്രം. അങ്ങനെ എൻ്റെ യേശുവേ, അങ്ങയുടെ ഇഷ്ടപ്രകാരം എല്ലാം ചെയ്യുവാൻ എന്നെ സഹായിക്കണമേ എന്നുള്ള പ്രാർത്ഥനയോടെ വേണം ചെയ്യുവാൻ. ചാൾസ് ഷെൽഡൻ എഴുതിയതായ ഇൻ ഹിസ് സ്റ്റെപ്സ് എന്ന ബുക്ക്, ഒരുപക്ഷെ അത് മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ വാട്ട് വുഡ് ജീസസ് ഡു, യേശു ആയിരുന്നെങ്കിൽ, അങ്ങനെയുള്ള ആ ബുക്ക് ഞാൻ വായിച്ചിട്ടുണ്ട്. ആ ബുക്കിൽ ചാൾസ് ഷെൽഡൻ പറയുന്നത്, യേശു ആയിരുന്നെങ്കിൽ നമ്മുടെ സ്ഥാനത്ത് നാം ഇടപെടുന്നതായ ഓരോ കാര്യങ്ങൾ യേശു ആയിരുന്നെങ്കിൽ എങ്ങനെ സംസാരിക്കുമായിരുന്നു, യേശു ആയിരുന്നെങ്കിൽ എങ്ങനെ ചിന്തിക്കുമായിരുന്നു, യേശു ആയിരുന്നെങ്കിൽ എങ്ങനെ പ്രവർത്തിക്കുമായിരുന്നു, അങ്ങനെ ചിന്തിച്ച് പ്രവർത്തിക്കണമെന്ന് അദ്ദേഹം നിർദ്ദേശിക്കുകയാണ്. നമുക്ക് അങ്ങനെ ഒന്ന് ചിന്തിച്ചാൽ ഇല്ലേ, യേശു ആയിരുന്നെങ്കിൽ, ഞാനിപ്പോൾ ദൈവത്തിൻ്റെ വചനം നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുക, യേശു ആയിരുന്നെങ്കിൽ എങ്ങനെ വചനം പറയുമായിരുന്നു, യേശു ആയിരുന്നെങ്കിൽ, യേശുവിൻ്റെ ഭാവത്തോടെയാണോ ഞാൻ ശുശ്രൂഷ ചെയ്യുന്നത്, അങ്ങനെയൊക്കെ ചിന്തിക്കണം. യേശു ആയിരുന്നെങ്കിൽ, യേശുവിൻ്റെ ഭാവത്തോടെയാണ് ഞാൻ മറ്റുള്ളവരോട് ഇടപെടുന്നത്, യേശുവിൻ്റെ കരുണയോടെ, യേശുവിൻ്റെ ആർദ്രതയോടെ, യേശുവിൻ്റെ മനസ്സോടെ, ടു പെയിൻ വിത്ത് ദ പെയിൻ ഓഫ് ദ പെയിൻഡ്, ദുഃഖിക്കുന്നവരോട് ദുഃഖിക്കുന്നു, അവരുടെ ദുഃഖത്തിൽ പങ്കുചേർന്ന് ദുഃഖിക്കുന്നു, സന്തോഷിക്കുന്നവരോട് സന്തോഷിക്കുന്നു. ആ ഒരു മനോഭാവമാണോ? കർത്താവിന് സ്തോത്രം. ആ മനോഭാവം തമ്മിൽ വളർത്തണം. നിങ്ങൾ ഈ ബുക്കൊന്ന് കിട്ടുമെങ്കിൽ വായിച്ചാൽ നല്ലതാണ്. ഇൻ ഹിസ് സ്റ്റെപ്സ് ബൈ ചാൾസ് ഷെൽഡൻ. വാട്ട് വുഡ് ജീസസ് ഡു, യേശു ആയിരുന്നെങ്കിൽ, അങ്ങനെ മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് എൻ്റെ വിചാരം. കർത്താവിന് സ്തോത്രം. നല്ല ബുക്കാണത്, ഞാൻ വായിച്ചിട്ടുണ്ട്. കർത്താവിന് സ്തോത്രം. ഓരോ കാര്യം ചെയ്യുമ്പോഴും, പൈസ സമ്പാദിക്കുമ്പോഴും, പൈസ ചെലവഴിക്കുമ്പോഴും, മറ്റുള്ളവരോട് സംസാരിക്കുമ്പോഴും, ഏത് കാര്യത്തിൽ ഇടപെടുമ്പോഴും യേശു ആയിരുന്നെങ്കിൽ, ജോലി ചെയ്യുമ്പോൾ യേശു ആയിരുന്നെങ്കിൽ, യേശുവിൻ്റെ സ്ഥാനത്താണ് ഞാനെന്നെങ്കിൽ, അത് ചിന്തിച്ചാൽ നമ്മിൽ ഒത്തിരി കാര്യങ്ങൾ മാറ്റാനുണ്ടെന്ന് നമുക്ക് മനസ്സിലാകും. യേശു ആയിരുന്നെങ്കിൽ അങ്ങനെ കോപിക്കുമായിരുന്നോ? യേശു ആയിരുന്നെങ്കിൽ അങ്ങനെ സംസാരിക്കുമായിരുന്നോ? യേശു ആയിരുന്നെങ്കിൽ അങ്ങനെ ഇടപെടുമായിരുന്നോ? കർത്താവിന് സ്തോത്രം. ആ ഒരു ചിന്ത നമ്മെ ഭരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞു വന്നത്, പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വരുമ്പോൾ, ഉയരത്തിൽ നിന്നും പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ അയച്ചു കഴിയുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മെ നിയന്ത്രിക്കും. യേശു രാജാവായി നമ്മുടെ ഉള്ളിൽ വരിക, ഉയരത്തിൽ നിന്ന് പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ അയക്കപ്പെട്ട് കിട്ടുക. അപ്പോൾ നമ്മുടെ ജീവിതം അങ്ങ് മാറും. ആത്മീയ ജീവിതം മാറും, ഭൗതിക ജീവിതം മാറും, നമ്മുടെ സ്വഭാവം മാറും, സംസാരം മാറും, നമ്മുടെ പ്രകൃതം മാറും. മുമ്പ് ആരോടും മിണ്ടാതെ മൂകമായിരുന്ന ആളുകൾ യേശു വന്നു കഴിയുമ്പോൾ അവർ ആഹ്ലാദത്തോട് മറ്റുള്ളവരോട് മിണ്ടാൻ തുടങ്ങും. ഒരു പാട്ട് പോലും പാടാതെ ശാന്തമായി എവിടെയെങ്കിലും മൂലയിൽ ഒതുങ്ങിയിരുന്നവർ അവർ തുള്ളിച്ചാടി കർത്താവിനെ ആരാധിക്കും. കർത്താവിൻ്റെ സ്തോത്രം. അങ്ങനെ പ്രകടമായ ഒത്തിരി മാറ്റങ്ങൾ വരും. ജീവിതത്തിൽ ഒരു ക്രമവും ചിട്ടയും എല്ലാം വരും. സ്തോത്രം. അതുവരെയും കോപിച്ചിരുന്ന മനുഷ്യൻ എളിമയുള്ളവനാകും, സ്നേഹമുള്ളവനാകും, കരുണയുള്ളവനാകും. എൻ്റെ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടോ എന്നറിയുന്നത് പുറമേയുള്ള വേറെ ഒന്നുകൊണ്ടല്ല, എന്നാൽ നമ്മുടെ ജീവിതത്തിലെ കാതലായ മാറ്റം, പരിശുദ്ധാത്മാവിൻ്റെ ഫലം നമ്മിലുണ്ടോ? സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയം, അങ്ങനെയുള്ള ആത്മാവിൻ്റെ ഫലങ്ങൾ, 9 ഫലങ്ങൾ നമ്മിലുണ്ടോ? വൃക്ഷത്തെ അതിൻ്റെ ഫലം കൊണ്ട് അറിയാം. പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വന്നു എന്ന് നമ്മൾ എങ്ങനെ തിരിച്ചറിയും? നമ്മിൽ നിന്ന് സ്നേഹമുണ്ടോ? സന്തോഷമുണ്ടോ? സമാധാനമുണ്ടോ? ദീർഘക്ഷമയുണ്ടോ? ദയയുണ്ടോ? പരോപകാരമുണ്ടോ? വിശ്വസ്തതയുണ്ടോ? സൗമ്യതയുണ്ടോ? ഇന്ദ്രിയജയമുണ്ടോ? എല്ലാം ടെസ്റ്റുകളാണ്. ഇതേ നമുക്ക് പ്രയോജനം കിട്ടുകയുള്ളൂ. നിങ്ങൾ ചിന്തിക്കുക, ഒരു മനുഷ്യനിൽ ദൈവത്തിൻ്റെ കൃപാവരം വന്നാൽ അത് സഭയുടെ പ്രയോജനത്തിനാണ്. അദ്ദേഹത്തിന് ചിലപ്പോൾ പ്രയോജനം കിട്ടിയാലോ? സഭയുടെ ആത്മീയ പ്രയോജനത്തിനാണ് കൃപാവരങ്ങൾ. സഭയ്ക്ക് പ്രയോജനം കിട്ടും. ചിലപ്പോൾ ആ കൃപാവരം ഓപ്പറേറ്റ് ചെയ്യുന്ന ആൾ ചിലപ്പോൾ ശുദ്ധീകരണം പ്രാപിക്കണമെന്നില്ല, അദ്ദേഹത്തിൻ്റെ സ്വഭാവം മാറണമെന്ന് നിർബന്ധമൊന്നുമില്ല. പക്ഷെ ആത്മഫലം എന്നുള്ളത്, ഫലം പുറപ്പെടുവിക്കണമെങ്കിൽ വൃക്ഷം നന്നായാലേ പറ്റൂ, ഇല്ലെങ്കിൽ പുറപ്പെടുവിക്കാൻ പറ്റുകയില്ല. അതുകൊണ്ട് കൃപാവരങ്ങൾ ചെറുതായി ഞാൻ പറയുകയല്ല, പക്ഷേ ആത്മഫലങ്ങൾ ഒട്ടും ചെറുതല്ല, അത് ശ്രേഷ്ഠമാണ്. അത് നമ്മിൽ നിന്ന് വരുന്ന പ്രകൃതങ്ങളാണ്. മനുഷ്യൻ്റെ ഉള്ളിലേക്ക് ചെല്ലുന്നതല്ല, മനുഷ്യനിൽ നിന്ന് വരുന്നതത്രേ മനുഷ്യനെ അശുദ്ധമാക്കുന്ന കർത്താവ് പറഞ്ഞു. മനുഷ്യൻ്റെ ഉള്ളിൽ നിന്ന് പുറപ്പെടുന്നത്.
അതാണ് മനുഷ്യനെ ശുദ്ധമാക്കുന്നത്. ഉള്ളിൽ നിന്ന് എന്തൊക്കെ പുറപ്പെടുന്നു. ഹല്ലേലൂയ. എൻ്റെ പ്രിയ സഹോദരീ സഹോദരങ്ങളെ, പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തിൽ വരുമ്പോൾ സ്നേഹം വരും. ഭാര്യയെ സ്നേഹിക്കാൻ തോന്നും. വർഷങ്ങൾ പിന്നിട്ടാലും 10, 20, 30, 40, 50 വർഷം കഴിഞ്ഞാലും ഭാര്യയോട് സ്നേഹം, ഭർത്താവിനോട് ബഹുമാനം, മക്കളോട് വാത്സല്യം, കൊച്ചുമക്കളോട് സ്നേഹം, അമ്മാവിയമ്മയോട് ബഹുമാനവും സ്നേഹവും, മരുമകളോട് കരുണയും ആർദ്രതയും. മറ്റ് വിഷമിക്കുന്നവരെ കാണുമ്പോൾ ഉള്ള ആർദ്രതയുള്ളവരാകുന്നു. നമുക്കൊരല്പം കുറഞ്ഞാലും മറ്റുള്ളവരെ എങ്ങനെയൊന്ന് സഹായിക്കേണ്ടു എന്നുള്ള ആ ക്രിസ്തുവിൻ്റെ മനസ്സ്, വാങ്ങുന്നതിനേക്കാൾ കൊടുക്കുന്നത് ഭാഗ്യമെന്നുള്ള ഒരു ചിന്ത. കർത്താവേ, വാങ്ങാനുള്ള ഉത്സാഹമല്ല, കൊടുക്കാനുള്ള ദാഹം. ആരും ഒന്നും തന്നില്ലേലും സാരമില്ല. കർത്താവേ, എങ്ങനെയെങ്കിലും കുറച്ച് പേർക്കൊക്കെ ഒന്ന് കൊടുക്കാൻ പറ്റിയിരുന്നെങ്കിൽ, അങ്ങനെയൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? സ്തോത്രം. ക്രിസ്തുവിൻ്റെ മനസ്സാണത്. ക്രിസ്തുവിൻ്റെ മനസ്സാണ്. ക്രിസ്തു വാങ്ങുന്നതിനേക്കാൾ കൊടുക്കുന്നത് ഭാഗ്യമെന്ന് പറഞ്ഞ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു എന്ന തിരുവചനത്തിലുണ്ട്. ഈ പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ നമ്മുടെ ജീവിതം ആകപ്പാട് മാറും. എബൌട്ട് ടേൺ തിരിയും. മരുഭൂമി പോലെ വരണ്ടുണിയ നമ്മുടെ ജീവിതം ഉദ്യാനം പോലെ ശോഭാപൂർണമായിത്തീരും, സന്തോഷപൂർണമായിത്തീരും, ആനന്ദപൂർണമായിത്തീരും. അതിനെന്ത് വേണം? ഒരു രാജാവ് ഒന്ന് വാഴണം. രാജാവ് ക്രിസ്തുവാണ്. യേശു രാജാക്കന്മാരുടെ രാജാവാണ്. ഈ ബൈബിൾ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ഈ രാജാവ് ഒന്ന് വാഴാൻ ആഗ്രഹിക്കുന്നു. മകനെ, നിൻ്റെ ജീവിതത്തെ ഭരിക്കാൻ, നിയന്ത്രിക്കാൻ, ചലിപ്പിക്കുവാൻ, നിൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ഇടപെടുവാൻ സ്വാതന്ത്ര്യത്തോടെ നീ ക്രിസ്തുവിന് വേണ്ടി നിൻ്റെ ജീവിതം കൊടുക്കാമോ? എങ്കിൽ യേശു വാഴും. മോനെ, നിൻ്റെ പേഴ്സ് യേശുവിന് കൺട്രോൾ ചെയ്യാൻ വിട്ടുകൊടുക്കാമോ? എങ്കിൽ വരുമാനവും ചെലവും യേശു നിയന്ത്രിക്കും. സ്തോത്രം. നിൻ്റെ കുടുംബം നീ യേശുവിനൊന്ന് വിട്ടുകൊടുക്കാമോ? കുടുംബത്തിൻ്റെ നാഥനായി യേശു വരും. ഹല്ലേലൂയ. കർത്താവിന് സ്തോത്രം. നിൻ്റെ മക്കളെ യേശുവിനെ കൊടുക്കാമോ? ഈ രാജാതിരാജൻ്റെ പാദത്തിലും സമർപ്പിക്കാമോ? എങ്കിൽ അവരെ കർത്താവ് ഉയർത്തും, വളർത്തും. നിൻ്റെ ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും നിൻ്റെ ഇഷ്ടങ്ങളും താല്പര്യങ്ങളെല്ലാം യേശുവിൻ്റെ പാദത്തിലൊന്ന് വെക്കാമോ? എങ്കിൽ ബുദ്ധിക്കതീതമായി, ശക്തിക്കതീതമായി യേശു നിന്നെ വളർത്തും, യേശു നിന്നെ ഉയർത്തും. ഞാൻ പലർക്കും ഒരു അത്ഭുതമായിരിക്കുന്നു എന്ന് പറയുവാൻ തക്കവണ്ണം യേശു നിൻ്റെ ജീവിതത്തിൽ പ്രവർത്തിക്കും. ഹല്ലേലൂയ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് അനേകരുടെ ജീവിതത്തിൽ ക്രിസ്തു പ്രവർത്തിക്കുന്ന തടസ്സം അവരുടെ സ്വയമാണ്. ഞാൻ, എൻ്റെ പദ്ധതികൾ, എൻ്റെ പ്ലാനുകൾ, എൻ്റെ ഇഷ്ടങ്ങൾ, എൻ്റെ താല്പര്യങ്ങൾ, എൻ്റെ സാഹചര്യങ്ങൾ, ഞാൻ സെൽഫിൽ കോൺസെൻട്രേറ്റ് ചെയ്തുള്ളതായ ജീവിതം അല്ല പ്രിയരെ. സെൽഫ് കോൺസെൻട്രേറ്റഡ് അല്ല, ക്രൈസ്റ്റ് കോൺസെൻട്രേറ്റഡ് ആയിരിക്കണം നമ്മുടെ ജീവിതം. ക്രിസ്തു, യേശു. ഒരു യാത്ര പോകുമ്പോൾ, ഒരു വസ്ത്രം വാങ്ങാൻ പോകുമ്പോൾ, ഒരു ഭക്ഷണം കഴിക്കാൻ കയറുമ്പോൾ, ഒരു പർച്ചേസിന് പോകുമ്പോൾ പോലും യേശു ആഗ്രഹിക്കുന്നുണ്ടോ? കർത്താവേ, യേശു ആഗ്രഹിക്കാത്തൊരു 10 പൈസ ചിലവഴിക്കല്ലേ? യേശു ആഗ്രഹിക്കാത്തൊരു 10 പൈസ പോലും എൻ്റെ കയ്യിൽ വരല്ലേ? ആ ഒരു ആഴത്തിലുള്ള ചിന്ത പ്രിയ സഹോദരി സഹോദരങ്ങളെ, നിങ്ങളെങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ? ഒരുപക്ഷെ നിങ്ങൾ രക്ഷിക്കപ്പെട്ടവരായിരിക്കാം, യേശുവിൻ്റെ ജീവിതം വേർതിരിച്ചവരായിരിക്കാം. പക്ഷേ യേശുവിൻ്റെ ഇഷ്ടം, യേശുവിൻ്റെ ആഗ്രഹം, ദൈവത്തിൻ്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ. ദൈവത്തിന് നമ്മെ ശുദ്ധീകരിച്ചെടുക്കാൻ ആഗ്രഹമുണ്ട്. ഹല്ലേലൂയ. അതിന് പരിശുദ്ധാത്മാവിന് വേണം. ഉയരത്തിൽ നിന്ന് ആത്മാവിനെ പകരും. അന്ന് മരുഭൂമി ഉദ്യാനം പോലെ ശോഭിക്കും. ഹല്ലേലൂയ. ഉദ്യാനം വനമായിത്തീരുമെന്ന് പറയുന്നു. ഉദ്യാനം വലുതായിത്തീരും. ഉദ്യാനം വളരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയ സഹോദരി സഹോദരങ്ങളെ, ഈ പരിശുദ്ധാത്മാവ് വരുമ്പോൾ ലഭിക്കുന്ന അത്യപൂർവമായ സൂപ്പർ നാച്ചുറലായിട്ടുള്ള ചില അനുഭവങ്ങളാണതെല്ലാം. സൂപ്പർ നാച്ചുറൽ. മരുഭൂമി എങ്ങനെ ഉദ്യാനമാകും? അത് സൂപ്പർ നാച്ചുറലാണ്, നാച്ചുറലല്ല. ചുമ്മാ മരുഭൂമിയിൽ ഉദ്യാനം ഉണ്ടാകുകയില്ല. എന്നാൽ ഈ പരിശുദ്ധാത്മാവ് വരുമ്പോൾ, മകനെ, പ്രിയമകളെ, നിൻ്റെ വരണ്ട ജീവിതം മാറും, തളർന്ന ജീവിതം മാറും, നിരാശപ്പെട്ട ജീവിതം മാറും, ആത്മഹത്യയെക്കുറിച്ചുള്ള ചിന്തകൾ മാറും, നീരസവും കയ്പും ഇഷ്ടക്കറവും, എൻ്റെ ജീവിതം ശരിയാകത്തിന് ഇന്നവരൊക്കെയാണ് കാരണമെന്നുള്ള ആരോടൊക്കെയോ, പ്രത്യേകിച്ച് പേര് പറയാൻ പോലും അറിയാൻ പാടില്ലാതെ ആരോടൊക്കെയോ ദേഷ്യമോ പകയോ ഇഷ്ടക്കറവോ ഉള്ള എൻ്റെ ജീവിതം മാറി എല്ലാവരോടും സ്നേഹം. അങ്ങനെയുള്ള വലിയ ശ്രേഷ്ഠ അനുഭവത്തിലേക്ക് പരിശുദ്ധാത്മാവ് നമ്മെ നയിക്കും. പരിശുദ്ധാത്മാവ് അതൊരത്ഭുത വിഷയമാണ്. പരിശുദ്ധാത്മാവ് അതൊരത്ഭുത വ്യക്തിയാണ്. ആ പരിശുദ്ധാത്മാവുമായി നിങ്ങൾ രമ്യതയിലാകൂ, പരിശുദ്ധാത്മാവുമായി സ്നേഹത്തിലാകൂ, പരിശുദ്ധാത്മാവുമായി ഒരു ഫ്രണ്ട്ഷിപ്പിലാകൂ, പരിശുദ്ധാത്മാവുമായി അങ്ങ് ഒന്നിച്ചാകൂ. പരിശുദ്ധാത്മാവ് നിങ്ങളെ അനുഗ്രഹിക്കും. അതിനിടയാകട്ടെ എന്നാണ് ഞങ്ങളുടെ പ്രാർത്ഥന. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്ക് ലഭിച്ച ഈ ആയുസ് നഷ്ടപ്പെടുത്തി കളയരുത്. ദൈവം തന്ന ഈ ആയുസ് നന്നായി ജീവിക്കണം, ആസ്വദിച്ച് ജീവിക്കണം,
എങ്ങനെ? ആത്മാവിൽ ആനന്ദിച്ച് ജീവിക്കണം. സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും തമ്മിൽ സംസാരിച്ചും നിങ്ങളുടെ ഹൃദയത്തിൽ കർത്താവിന് പാടിയും കീർത്തനം ചെയ്തും അങ്ങനെ എല്ലായ്പ്പോഴും എല്ലാറ്റിനും വേണ്ടിയും സ്തോത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്നവരാകണം. അതാണൊരു ആത്മനിറവിൻ്റെ അനുഭവം. സ്തോത്രം. ആ അനുഭവത്തിലേക്ക് നമുക്ക് ഓരോരുത്തർക്കും വരാം. നിങ്ങളെ കർത്താവ് അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ. ഞാനൊരു വാക്ക് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. സ്നേഹം നിറഞ്ഞ കർത്താവേ, സ്വർഗീയ പിതാവേ, ഇന്ന് ഈ ബൈബിൾ പഠനത്തിൽ പങ്കെടുത്ത കർത്താവിന് മക്കളെ അനുഗ്രഹിക്കണം. അവരുടെ മേൽ ആത്മാവിൻ്റെ കൃപ വരണം. ഉയരത്തിൽ നിന്നും ആത്മാവിനെ പകരണം. അതിനു മുമ്പ് രാജാതിരാജനായി ക്രിസ്തു അവരുടെ ഹൃദയത്തിൽ ഒന്ന് വാഴണം. കർത്താവെ, അപ്പോൾ മരുഭൂമി ഉദ്യാനമാകും, ഉദ്യാനം വനമാകും. ഹല്ലേലൂയ. ശ്രേഷ്ഠ പദവിയിലേക്ക് കർത്താവിൻ്റെ പ്രിയമക്കളെ നയിക്കണം, നടത്തണം. കർത്താവെ, ആത്മഹത്യാ പ്രവണതയുള്ളവരുടെ പ്രവണതകൾ മാറ്റണം. യേശുവിന് വേണ്ടി ജീവിക്കണമെന്നുള്ള കൊതി കൊടുക്കണം. ഹല്ലേലൂയ. അങ്ങനെ ജീവിതം മാറിയ അനുഭവത്തിലേക്ക് വരുവാൻ എല്ലാവരെയും സഹായിച്ച് അനുഗ്രഹിക്കണം. യേശു ക്രിസ്തുവിൻ അത്ഭുത നാമത്തിൽ തന്നെ, ആമേൻ. പ്രിയ സഹോദരി സഹോദരങ്ങളെ, എല്ലാ വെള്ളിയാഴ്ചയും പീസ് മൗണ്ട് ഇൻ്റർനാഷണൽ മിനിസ്ട്രിയിൽ വൈകിട്ട് 6 മണി മുതൽ 8 മണി വരെ ബൈബിൾ സ്റ്റഡിയുണ്ട്. എന്നാൽ അതിൽ പങ്കെടുക്കാൻ കഴിയാത്തവർക്ക് എല്ലാ വെള്ളിയാഴ്ചയും ഈ ബൈബിൾ ക്ലാസ്സിൻ്റെ സ്റ്റഡിയെല്ലാം യൂട്യൂബിലാക്കി ഞങ്ങൾ പീസ് മൗണ്ട് ഇൻ്റർനാഷണൽ മിനിസ്ട്രീസ് എന്ന ആ യൂട്യൂബ് ചാനലിലൂടെ ഞങ്ങൾ എല്ലാ വെള്ളിയാഴ്ചയും അപ്ലോഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ അത് സബ്സ്ക്രൈബ് ചെയ്യുക, അനേകർക്ക് കൊടുക്കുക. നിങ്ങൾ പരമ്പരയായിട്ടുള്ള ഈ പഠനം, ഒരേ വിഷയം പക്ഷേ വിവിധ ഭാവങ്ങളിലൂടെ, വിവിധ രൂപങ്ങളിലൂടെ പരിശുദ്ധാത്മാവിൻ്റെ അത്ഭുത പ്രവൃത്തികളെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് പറയുന്ന ഈ ബൈബിൾ ക്ലാസ് അറ്റൻഡ് ചെയ്യുക. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. സ്തോത്രം.